നമസ്കാരം. നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ ആണ് പോലീസ്. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും കൈത്താങ്ങായി മാറേണ്ടവർ. എന്നാൽ നീതിയും നിയമവും പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പിക്കേണ്ടവർ തന്നെ അത് നിഷേധിച്ചാലോ? കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ വിവാഹ സംഘത്തിന് നേരെ അതിക്രമം നടത്തിയ പോലീസ് നടപടി അത്തരത്തിൽ ഒന്നായിരുന്നു. ജീപ്പിൽ നിന്ന് ഇറങ്ങിയ പാടെ കണ്ണിൽ കണ്ടവരെയെല്ലാം SI ജിനുവും സംഘവും പൊതിരെ തല്ലി എന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വിവാഹ പാർട്ടി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന കോട്ടയം സ്വദേശികളായ 20 അംഗ സംഘത്തിന് നേരെയായിരുന്നു ഈ അഴിഞ്ഞാട്ടം. ബാറിന് മുന്നിൽ ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന വിവരം ലഭിച്ചതായും അവരെ നേരിടാനാണ് പോലീസ് സംഘം സ്ഥലത്ത് എത്തിയത് എന്നുമായിരുന്നു ഔദ്യോഗികമായ വിശദീകരണം. എന്നാൽ പ്രശ്നമുണ്ടാക്കിയത് ആരാണ് എന്ന് പോലും അന്വേഷിക്കാതെ പൊതിരെ തല്ലിയത് എന്തിന് എന്ന ചോദ്യത്തിന് പോലീസിന് മറുപടിയില്ല. അതേസമയം കോഴിക്കോട് മുക്കത്ത് ലോഡ്ജിലെ പീഡന ശ്രമത്തിൽ നിന്നും രക്ഷപ്പെടാൻ കെട്ടിടത്തിൽ നിന്ന് യുവതി എടുത്തു ചാടിയ സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തു വന്നു. പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് ചാടിയെന്ന് മൊഴി നൽകിയിട്ടും ബാൽക്കണിയിൽ നിന്ന് വീണത് എന്നാണ് FIR രേഖപ്പെടുത്തിയത്. കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ പോലീസ് ശ്രമിച്ചുവെന്നും യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു. രക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും ശിക്ഷിക്കേണ്ടവരെ രക്ഷിക്കുകയുമാണ് ഇപ്പോൾ നമ്മുടെ പോലീസ്. കേരള പോലീസിന് എന്തു പറ്റി? ആരെയും തല്ലിച്ചതയ്ക്കാം എന്നാണോ പോലീസ്? ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ B ജയരാജ്, CPIM സഹയാത്രികൻ, ശ്രീ നിതിൻ, സൈക്കോളജിസ്റ്റ്, ശ്രീ MK ഹരിദാസ്, പ്രോപ്പർ ചാനൽ പ്രതിനിധി, റിട്ടയേർഡ് SP സക്കറിയ ജോർജ് എന്നിവരാണ്. ആദ്യം ശ്രീ സക്കറിയ ജോർജ്, കേരള പോലീസിൽ സമർത്ഥരായ മിടുക്കരായ നിരവധി ഉദ്യോഗസ്ഥർ ഉണ്ട്. പല അന്വേഷണങ്ങളും മികവുറ്റ രീതിയിൽ തെളിയിച്ച ചരിത്രം ഉണ്ട്. ഇപ്പോഴും ആ സേനയുടെ ഭാഗമായി ജനങ്ങളോട് നല്ല രീതിയിൽ ഇടപെടുന്ന നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോഴും പത്തനംതിട്ട അടക്കമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം അങ്ങേയറ്റം നാണക്കേടാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ പോലീസ് സംവിധാനം വലിയ തോതിൽ വിമർശിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകളെ അടക്കം നേരിടുന്ന രീതി സംബന്ധിച്ച് എന്തായിരിക്കാം അതിന് കാരണം? സക്കറിയ സാർ, താങ്കൾ ആ മ്യൂട്ട് മാറ്റിയ ശേഷം സംസാരിക്കാമോ? ഇപ്പം കേൾക്കാമോ? കേൾക്കാം, പറയൂ. പോലീസിന്റെ പ്രസന്റ് മൈൻഡ് സെറ്റ് സാർ, ഞാൻ വളരെ പെട്ടെന്ന് താങ്കളിലേക്ക് തിരികെ എത്താം. ഡോക്ടർ B ജയരാജ്, ഇതിപ്പോൾ ആദ്യമായി ഉണ്ടാകുന്ന ഒന്നല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി കേരളത്തിലെ പോലീസ് സേന വിമർശിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന 2 ഉദാഹരണങ്ങൾ മാത്രമാണ് ഇവിടെ ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. അതിലൊന്ന് പത്തനംതിട്ടയിലെ വിവാഹ സംഘത്തിന് നേരെയുണ്ടായ അതിക്രമം, മറുഭാഗത്തൊരു പെൺകുട്ടി പീഡന ശ്രമത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടുന്നു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. അത് സ്റ്റെയർ കേസിൽ നിന്ന് കാല് തെന്നി വീണത് എന്ന നിലയിലേക്ക് പോലീസ് മാറ്റിയെടുക്കുന്നു. എന്താണ് നമ്മുടെ പോലീസ് സംവിധാനത്തിന് സംഭവിച്ചത്? നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ കാര്യം പറയുമ്പോൾ അതിന് ഒരു ദിവസം മുമ്പ് കോട്ടയത്ത് മരിച്ച ഒരു പോലീസുകാരന്റെ കാര്യം കൂടെ നമ്മൾ പറയേണ്ടി വരും. ലൈൻ ഓഫ് ഡ്യൂട്ടിയിൽ മരിച്ച പോലീസുകാരുടെ എണ്ണം എടുത്തു നോക്കൂ, വളരെ അധികമാണ്. പിന്നെ രണ്ടാമത്, ഇതിനകത്ത് നല്ല പോലീസുകാരും ചീത്ത പോലീസുകാരും ഉണ്ട്. ഒരു സിസ്റ്റം മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുമ്പം ഈ നല്ല പോലീസുകാരെയും ചീത്ത പോലീസുകാരെയും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. എന്നാലും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലയളവിൽ ഏതാണ്ട് 1000-ഓളം പേർക്ക് നടപടിക്ക് വിധേയരായി സസ്പെൻഡ് ചെയ്യുകയും ഡിസ്മിസ് ചെയ്യപ്പെടുകയും സേനയിൽ നിന്ന് തന്നെ എടുത്തു കളയുകയും ചെയ്യുന്നു. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്താൽ പോലും. പിന്നെ രണ്ടാമത്, അവരുടെ കാര്യം എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒന്ന് അവരുടെ ഡ്യൂട്ടി ടൈം. ആ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്. പിന്നെ മേളിൽ നിന്ന് വിളിക്കുന്ന അധിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഹീനമായ ഭാഷയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മറ്റ് താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഹൈറാർക്കിക്കൽ ഓർഡർ അനുസരിച്ച് പെരുമാറുന്നത്. നല്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, വളരെ മോശം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്.
പക്ഷേ അവർ വളരെയധികം അധിക്ഷേപം ചൊരിഞ്ഞുകൊണ്ടും ഡിക്ഷണറിയിലില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചൊക്കെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. കാര്യം നമ്മളെ പഴയ ബ്രിട്ടീഷ് ഈ പീനൽ കോഡിൽ നിന്നാണല്ലോ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ അതിനകത്ത് മാറ്റമൊക്കെ വരുത്തിയെങ്കിലും അവരുടെ മനോഭാവത്തിലും അവരുടെ ട്രെയിനിങ്ങിലും ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പം ഒരു ഉദാഹരണത്തിന് ഭർത്താവ് വന്നിട്ട് ഭാര്യയെ അടിക്കുന്നു, ഭാര്യയെ കുട്ടിയെ അടിക്കുന്നു, കുട്ടി പട്ടിയെ അടിക്കുന്നു, പട്ടി പോയി പൂച്ചയെ കടിക്കുന്നു എന്ന് പറയുന്നത് പോലുള്ള ഒരു ചെയിൻ റിയാക്ഷനാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ താമസിച്ചു പോകും, ചിലപ്പോൾ ലൈൻ ഓഫ് ഡ്യൂട്ടിയിൽ അവർ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ മൊത്തത്തിലൊരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സംവിധാനം തകരാറിലായി എന്ന് നോക്കണമെങ്കിൽ നമ്മൾ കമ്പാരിസൺ വേണ്ടി വരും. ഇപ്പം കേരളം കഴിഞ്ഞ് മംഗലാപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡറുള്ള സ്ഥലമാണ്. തമിഴ്നാടും അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു ഓർഡറൊന്നും വരാത്തതും അത്ര കൊടും ക്രിമിനലുകൾ ഇവിടെ ഇല്ലാത്തതും? ഉദാഹരണത്തിന് ചെന്താമരയുടെ കേസ് നമ്മൾ എന്തൊക്കെ പോലീസിന്റെ വീഴ്ചയെന്ന് പറഞ്ഞാലും 48 മണിക്കൂറിനകം പ്രതിയെ അകത്താക്കുകയും അന്യസംസ്ഥാന തൊഴിലാളികൾ മറ്റുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് 24 അവേഴ്സിനകത്ത് വെച്ച് അവരെ ക്യാപ്ചർ ചെയ്യുകയും ചെയ്ത വളരെ വിദഗ്ധരായ പോലീസുണ്ട്. അപ്പോൾ പോലീസ് സംവിധാനത്തിന്റെ മൊറലിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചയാവരുത്. അതിനെ ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ആയിട്ട് എങ്ങനെ നമ്മൾ അതിപ്പം ഒരു മാറി മാറി വരുന്ന ഭരണങ്ങൾ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മിടുക്കരായ ഉദ്യോഗസ്ഥരെ കുറിച്ചൊന്നും ഒരു തരത്തിലുമുള്ള അഭിപ്രായ ഭിന്നതയുമില്ല ഞങ്ങൾക്ക്. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത് തന്നെ. ഈ വാർത്ത തുടങ്ങുമ്പോൾ തന്നെ അക്കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ തുടർച്ചയായി ഇത്തരത്തിൽ ആളുകൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് ചർച്ച ചെയ്യാതെ പോകാൻ സാധിക്കില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടത് കൃത്യമായ വാർത്തയായി നൽകിയിരുന്നു. കേരള പോലീസിലെ പലരും ആത്മഹത്യ ചെയ്യുന്നത് വാർത്തയായി നൽകിയിരുന്നു. ചില ഉദ്യോഗസ്ഥർ ദിവസങ്ങളോളം അപ്രത്യക്ഷരായത് വാർത്തയായി നൽകിയിരുന്നു. അങ്ങനെ മാനസിക സംഘർഷമടക്കം പോലീസ് നേരിടുന്നുണ്ട് എങ്കിൽ അതും കൃത്യമായി വാർത്തയായി നൽകുന്നുണ്ട്. പക്ഷേ ആ സംഘർഷം അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് സാധാരണക്കാരൻ ചുമക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിസ്റ്റം, അവരുടെ ട്രെയിനിങ് സിസ്റ്റം, അവരുടെ ട്രെയിനിങ് കാറ്റലോഗ് ആ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിന്ന് മാറേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആ ഒരു സംഘടനയിലൂടെ അതിനകത്തൂടെ വിരിഞ്ഞിറങ്ങുന്ന പോലീസുകാരിൽ നിന്ന് നമ്മൾ വലിയ ന്യായമൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ചില ആളുകൾ നല്ലത് എങ്ങനെ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ടും അവരുടെ സുഹൃത്തുക്കളുടെ ഭാഗമായിട്ടും അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അല്ലാതെ ഈ ട്രെയിനിങ് സിസ്റ്റം ചേൺ ചെയ്തിറക്കുന്ന അല്ലെങ്കിൽ അടവെച്ച് വിരിയിക്കുന്ന ഈ സിസ്റ്റം എന്ന് പറയുന്നത് ആ സിസ്റ്റം കംപ്ലീറ്റ് തെറ്റാണ്. അതിന്റെ ട്രെയിനിങ് മാനുവൽ പരിഷ്കരിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാര്യം അങ്ങനെയല്ല ഒരു ക്രമസമാധാന പാലന സേന ഉണ്ടാക്കേണ്ടത്. ആ ക്രമസമാധാന പാലന സേന അത് ബന്ധപ്പെട്ടവരെ ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ്, പോലീസ് അട്രോസിറ്റീസ് കൂടി വരും. ഇവിടെ ഇപ്പൊ ഞാനാണെങ്കിലും ഈ ഇരിക്കുന്ന MK ഹരിദാസ് സാറാണെങ്കിലും നമ്മുടെ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും ഒക്കെ ശരി തന്നെ, എല്ലാവർക്കും നമ്മളെല്ലാവരും പൊതുജനങ്ങളാണ്. നമ്മൾ ഇത്തരം ആളുകളെ ഇത്തരം പുഴുക്കുത്തുകളായിട്ട് ഡീൽ ചെയ്യുമ്പം വളരെ സൂക്ഷിച്ച് കണ്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ കല്യാണ തലേന്ന് സംഭവിച്ചതുപോലെ സംഭവിക്കും. അല്ലെങ്കിൽ ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തേച്ചു മായ്ച്ച് കിടക്കാൻ മണൽക്കടത്തിന് കൂട്ടുനിൽക്കുന്ന, പാറക്കോറികൾക്ക് കൂട്ടുനിൽക്കുന്ന, അവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിക്കുന്ന അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ശ്രമം പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അതിന്റെ നടപടിയായിട്ടാണ് 1000 പേരെ അവർക്ക് ലഭിക്കുന്ന പരിശീലന രീതികൾ അതൊക്കെ കാലഹരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അത്തരം മാറ്റങ്ങൾ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചുവെങ്കിൽ അത് നമ്മുടെ ഭരണകൂടങ്ങൾക്കല്ലേ സാധിക്കുക? ഇപ്പോൾ നമുക്കറിയാമല്ലോ, ആഭ്യന്തര വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. ഏതൊക്കെ തരത്തിൽ മാറ്റങ്ങൾ വേണം എന്ന് ആലോചിക്കപ്പെടേണ്ട സമയമാണെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഭരണകർത്താക്കൾക്ക് ബോധ്യപ്പെടാതെ പോകുന്നത്? എപ്പോഴും പോലീസ് ഉപയോഗിക്കുന്നത് ഭരണകൂടത്തിന്റെ മർദ്ദനോപാധികളായിട്ടാണ്. അത് ഏത് സർക്കാർ വന്നാലും അത് അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് മാറാതെ നിയമ സംവിധാനം കൃത്യമായി പുലരണം എന്നുള്ളൊരു കാഴ്ചപ്പാടിന് മുൻതൂക്കം വരാതെ ഈ സിസ്റ്റം ഒന്നും ചേഞ്ച് ആവാൻ പോകുന്നില്ല. അവരുടെ ഭരണം കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് മർദ്ദനോപകരണങ്ങളായിട്ട് ഞാൻ ഇടതുപക്ഷ സഹയാത്രികനൊക്കെ തന്നെയാണ്. പക്ഷെ ഈ കാര്യങ്ങളിൽ അങ്ങനെ പറയാതിരുന്നുകൂടാ. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പോലീസ് അടിമപ്പണി ചെയ്യുകയാണ് എന്നാണ്. CPM-ന് വേണ്ടി അടിമവേല ചെയ്യുന്നു, അധികാര ദുർവിനിയോഗവും നരനായാട്ടുമാണ് പത്തനംതിട്ടയിൽ നടന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളോട് താങ്കൾ യോജിക്കുകയാണോ?
ഇല്ല, നരനായാട്ടം എന്നൊന്നും പറയാനില്ല. ആള് മാറി ഒരു സംഭവം ഉണ്ടായി, ഒറ്റപ്പെട്ട സംഭവമാണ് അത്. അതിനു മുമ്പ് അല്ലാതെ എല്ലാവരും clean ആണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. വളരെ കുറച്ച് ആളുകൾ, അതാണ് ഞാൻ പറഞ്ഞത്, 1000-ഓളം ആളുകൾ നടപടിയെടുത്തു. CCTVയുടെ ദൃശ്യങ്ങൾ കണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? പോലീസ് ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങുന്നു, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം അവിടെ നിൽക്കുമ്പോൾ മർദ്ദിക്കുന്നതിന് എന്തെങ്കിലും ഒരു ചോദ്യം പോലും ചോദിക്കുന്നില്ല. അക്ഷരാർത്ഥത്തിൽ അതിലും നടന്നവർ ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യം. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് പോലും മനസ്സിലാകില്ല. പൊതിരെ തല്ലുകയാണ്. അതിനകത്ത് നേരത്തെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് വന്ന പോലീസുകാരാണ്. അവർക്ക് അതിനകത്ത് അതുകൊണ്ട് ഉടനെ തന്നെ നടപടിയെടുത്തല്ലോ, അവർക്കെതിരെ നടപടിയെടുക്കണ്ടായല്ലോ. ആരെ സംരക്ഷിക്കാനൊന്നും സർക്കാർ ശ്രമിച്ചില്ലല്ലോ. തെറ്റ് ആര് കാണിച്ചാലും അതിന് മുഖം നോക്കാതെ നടപടിയെടുക്കും. അത് പോലീസ് മേധാവി ആയിക്കോട്ടെ, പോലീസിന്റെ സാധാരണ പോലീസുകാരനായിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള ഗ്രേഡിൽ നിൽക്കുന്നവരായിക്കോട്ടെ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു സംശയം വേണ്ട, ഉടൻ തന്നെ നടപടി ഉണ്ടാവും. അതിനെ തുടർന്ന് അന്വേഷണം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 1000-ലധികം പേർക്കെതിരെയാണ് നടപടി. 600 പേരെ സേനയിൽ നിന്ന് ചരിത്രത്തിൽ ഇതുവരെ കേരളത്തിന്റെ ഞാൻ പറയട്ടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ പോലീസ് സേനയിൽ നിന്ന് 600-ഓളം പേരെ നടപടിയെടുത്ത് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് പിരിച്ചുവിട്ടൊരു സർക്കാർ ഇതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ് ആഭ്യന്തര വകുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കാണാതെ നമ്മൾ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്ന് പറയുന്നത്, VD സതീശനൊക്കെ പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഇതായിരിക്കാം. പരിഷ്കരണം വേണമെന്നുള്ളത് കറക്റ്റാണ്. അത് കൃത്യമായിട്ട് നിയമസഭയിൽ അതിനെക്കുറിച്ച് ചർച്ച നടത്തണം. ആ ചർച്ച നടത്തിയതിനു ശേഷം അഭിപ്രായ സമന്വയം രൂപീകരിക്കണം. പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കണം. അതിനുശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം എങ്ങനെ കൊണ്ടുപോകണം എന്നൊരു സ്റ്റേറ്റ് തീരുമാനിക്കേണ്ടുന്നത്. കേരളം ഒരു മാതൃകയാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MK ഹരിദാസ്, തീർച്ചയായും ഡോക്ടർ ജയരാജൻ പറഞ്ഞതിൽ ഒട്ടേറെ വസ്തുതകളുണ്ട്. പല വിഷയങ്ങളിലും കേരളം മാതൃകയാണ്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി അന്വേഷിച്ച് കണ്ടെത്തിയ നിരവധി കേസുകളുണ്ട്. അവരുടെ ആത്മവീര്യത്തെയൊന്നും തകർക്കാൻ ഈ ചർച്ചയിലൂടെ നമ്മൾ ആരും ലക്ഷ്യമിടുന്നില്ല. പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് ആ പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ സേനാ സംവിധാനങ്ങൾ കൂടുതൽ കരുത്താർജിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ പത്തനംതിട്ടയിൽ നടന്ന സംഭവത്തിന് ഒരു തരത്തിലുമുള്ള ന്യായീകരണവുമില്ല. പ്രത്യേകിച്ച് ഒരു പരാതി ലഭിച്ചിരുന്നു, അവിടെ ഒരു സംഘർഷമുണ്ടാക്കുന്ന സംഘമുണ്ടെന്നോ സംഘർഷം നടക്കുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തിയത് എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ എത്തിയാൽ പോലും കേരളത്തിലെ പോലീസ് സംവിധാനം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ജീപ്പിൽ നിന്നിറങ്ങുന്ന വഴി അവിടെ നിന്നവനെ അടിച്ചൊതുക്കുക എന്നതാണ് ഒരു പോലീസ് സംവിധാനത്തിൻ്റെ രീതി. ആ പോലീസ് സംവിധാനം വലിയ തെറ്റായ സന്ദേശം തന്നെയല്ലേ നൽകുന്നത് പൊതുസമൂഹത്തിന്? എന്തെങ്കിലും ഒരു വാക്ക് ചോദിച്ചതിന് ശേഷമോ അവർ ആരെയെന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമോ മർദ്ദിച്ചുവെങ്കിൽ അങ്ങനെ കരുതാം. ഇത് CCTV ദൃശ്യങ്ങൾ, ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. പോലീസ് വരുന്നു, അവിടെ സംഘമായി നിൽക്കുന്ന ആളുകളെ ആ നിമിഷം ഇറങ്ങി മർദ്ദിക്കുന്നു. പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി മർദ്ദിക്കുകയാണ് ആ നിമിഷം തന്നെ. ജിനുസാറിനെ പോലുള്ള കുറച്ച് പോലീസുകാരെ കേരള പോലീസിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അടിക്കടി ഇത്തരത്തിലുള്ള അടിക്കടി എന്ന് തന്നെ പറയണം. ഞാൻ അഭിലാഷിന്റെ 4ാമത്തെ 5ാമത്തെ ചർച്ചയിലാണ് ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ പങ്കെടുക്കുന്നത്. കാരണം കുറവിലങ്ങാട് സംഘർഷം, 2 ഡിവൈഎഫ്ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷം തീർക്കാൻ ചെന്നിട്ടുള്ള ഒരു സബ് ഇൻസ്പെക്ടറുടെ ചെകിടത്ത് ഡിവൈഎഫ്ഐയുടെ 18 വയസ്സായ ഒരു ചെക്കൻ അടിച്ച സംഭവത്തില് താങ്കൾ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ അടിക്കടി ഇങ്ങനെയൊക്കെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥനുള്ള ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പൊ നല്ല പോലീസുകാരുണ്ട്, ചീത്ത പോലീസുകാരുണ്ട്. 50% നല്ല പോലീസുകാരെ നമ്മളവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള 50%ത്തിൽപ്പെട്ട ഈ ജിനുസാറിനെ പോലുള്ളവരെ കേരള പോലീസിന് വരുന്നത് നാണക്കേട് ചില്ലറയില്ല. കട്ടവനെ കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ പറയും കടങ്ങോടനെ പിടിക്കുക എന്ന് പറയും. വിവേകമില്ലാത്ത തരത്തില് നമ്മുടെ പോലീസ് മാറിയതിന്റെ ഉദാഹരണമാണ് നമുക്ക് ഈ ചേന്നമംഗലം എന്ന സ്ഥലത്ത് 3 പേരുടെ കൊലപാതകത്തിന് സാക്ഷിയാകേണ്ടി വരേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയെങ്കിൽ അത് പോലീസിന്റെ വിവേകത്തിന്റെ കുറവ് കൊണ്ടാണ്. കാരണം അവിടെ ആ കുടുംബത്തിന് സംരക്ഷണം നൽകാനോ ഈ പ്രതിയാക്കപ്പെട്ട വ്യക്തിയെ ഏതെങ്കിലും നിലയ്ക്ക് അവന് താക്കീത് നൽകാനോ അല്ലെങ്കിൽ അവനൊന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ജാമ്യത്തിൽ വിടത്തക്കത് ഒരു 24 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുത്താൻ ഒന്നും ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ചെന്താമരയെ 48 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്ത കാര്യം ആലോചിക്കണം. അപ്പൊ അത് കേരള പോലീസിന് ഒരു പൊന്തൂവലാണ് അദ്ദേഹം നൽകുന്നതെങ്കിൽ ശ്രീ ജയരാജ് എന്നെ പോലുള്ളവർക്ക് പറയാനുള്ളത് 4.5 മണിക്കൂർ, 48 മണിക്കൂർ വേണ്ട 4.5 മണിക്കൂർ
നന്നായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ രണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ അച്ഛനെയും അമ്മൂമ്മയെയും നഷ്ടപ്പെടില്ലായിരുന്നു. കാരണം ഇത്തരത്തിലൊരു പ്രതി ഇവരെ കൊല്ലാൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പരാതി കിട്ടിയിട്ടും അതിന്മേൽ നടപടി എടുക്കാത്തതാണ് അവർക്ക് ഈ മരണത്തിലേക്ക് അവർ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ പരാക്രമം കാണിച്ച SI അഭിലാഷ് തീർച്ചയായിട്ടും 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തെ സസ്പെൻഷൻ ഒരുപക്ഷെ നാളെ ഉണ്ടാകുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം ഉണ്ടാകുമായിരിക്കാം. സ്ഥലം മാറി കിട്ടിയാലും അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ പരാക്രമങ്ങൾ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നാലും കാണിക്കും. കാരണം അതെന്താ വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസിന്റെ ആത്മവീര്യം നഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലമായി. ഞാൻ അതിന് കുറ്റം പറയുക ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെയാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടല്ലാണ്ട് പിന്നെ എന്താണ്? നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. നവകേരള യാത്രയിലെ ആലപ്പുഴ വെച്ചിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ തടഞ്ഞിട്ടുള്ള സമയത്ത് അവിടെ ഒരു വികലാംഗനെ തല്ലിയ ഈ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഗാർഡിന് ഗുഡ് സർവീസ് എൻട്രി നൽകിയിട്ട് ഒരു നമ്മൾ പറയില്ലേ മറ്റുള്ള ജനങ്ങളോടും അതുമാതിരി തന്നെ എതിർ രാഷ്ട്രീയ പാർട്ടിയോടും വെല്ലുവിളി നടത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എന്താണ് അതിലൂടെ മുഖ്യമന്ത്രി നൽകിയ സന്ദേശം? എന്ത് തോന്നിവാസവും നിങ്ങൾ കാണിച്ചുകൊള്ളൂ, അതിന് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഉണ്ട് എന്നുള്ളൊരു അവസ്ഥയാണ് ആ ഒരു ഗുഡ് സർവീസ് സെന്ററിലൂടെ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. പിന്നെ ശ്രീ ജയരാജ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പോലീസുകാർ സുസ്ഥിരമായ സേവനം അനുഷ്ഠിക്കുന്നു. താങ്കൾ പറഞ്ഞതിന് ഞാൻ കൂട്ടി പറയുകയാണ്. അത്തരത്തിലുള്ള സുസ്ഥിരമായ സേവനം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് നമ്മളെ പോലുള്ളവർ രാത്രി സുഖമായിട്ട് ഉറങ്ങുകയും നമ്മുടെ സ്വത്തൊക്കെ അളമാരിയിൽ വെച്ച് കൂട്ടിയിട്ട് ജീവിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പോലീസുകാർ എങ്ങനെ മാങ്ങാ മോഷ്ടാക്കളാകുന്നു, തൊട്ടടുത്ത വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ അരിഞ്ഞാണം മോഷ്ടിക്കുന്ന മോഷ്ടാക്കളാകുന്നു, പെണ്ണു കൂട്ടിക്കൊടുപ്പുകാരാകുന്നു. ഞാൻ പറഞ്ഞ ഭാഷ തെറ്റാണെങ്കിൽ അഭിലാഷ് എന്നോട് ക്ഷമിക്കുക. മലപ്പുറത്തുണ്ടായ സംഭവത്തിന്റെ തൊഴുത്തിൽ കുത്തിന്റെ പേരിലെ ഒരു EGM തൊഴുത്തു പോലെയായി കേരള പോലീസ് എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? അവനവൻ ഉപയോഗിച്ച പെണ്ണിനെ മറ്റുള്ള ഉന്നത മേലുദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടിക്കൊടുത്തു എന്നുള്ള ഓഡിയോ മെസ്സേജുകളൊക്കെ പുറത്തു വരുമ്പോൾ കേരള പോലീസിന്റെ ആത്മവീര്യം തകർന്നു. കേരള പോലീസിനെ നയിക്കുന്നവർക്ക് തെറ്റുപറ്റാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. കാരണം ഈ സംഭവത്തിൽ, ഈ പത്തനംതിട്ട സംഭവത്തില് മദ്യപാനികളെയും ക്രിമിനലുകളെയും കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായിട്ട് ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്നവരെയും തിരിച്ചറിയാൻ കേരള പോലീസിന് കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം പേടിപ്പെടുത്തുന്ന ഒരു സംഗതി. ആ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി അവിടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഈ ക്രിമിനൽസിലെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പറയിൽ ഈ ആ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ളവരിൽ നിന്നോ ഉപദ്രവം ഉണ്ടായാൽ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പോലീസ് ഒരു സിനിമ സ്റ്റൈൽ സുരേഷ് ഗോപിയെ പോലെ വന്ന് പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നു, തലങ്ങും വിലങ്ങും തലയിട്ട് തോളൽ വരെ തല്ലിപ്പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോ ദൈവത്തിന്റെ നാട് എന്ന് ചോദിച്ചു പോകും. ഈ പോലീസിനെയാണോ എന്തിനാ പറയേണ്ടത് നമ്മള് ദൃഢഭാവേ മൃദുകൃത്യ എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷിപ്പിക്കേണ്ട അവസ്ഥ കേരളീയർക്ക് വന്നതെങ്കിൽ അത് കേരളീയരുടെ ഒരു അപച്യുതിയിലേക്കാണ് ആ ഒരു വാക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നത്. ഇത്തരത്തിൽ മൃദുഭാവയില്ല, ദൃഢകൃത്യമില്ല, ഒന്നുമില്ല. അവർക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉന്നത മേലധികാരികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കണ്ണടയ്ക്കുകയും രാഷ്ട്രീയ പിന്തുണയുള്ള പോലീസുകാർക്ക് ഇവിടെ എന്തും ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥ വരികയും കേരളത്തിൽ ചെയ്തിരിക്കുന്നത് സാധാരണക്കാരായ നികുതിദായകരെ സംബന്ധിച്ചിടത്തോളം ഭയവിഹ്വലരാക്കുന്ന ഒരു സംഭവമാണെന്നുള്ളത് മറക്കരുത്. കാക്കിധാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോലീസ് ഡ്യൂട്ടി ചെയ്യുന്നവർ മാത്രമാകരുത്. സാമൂഹ്യ സുരക്ഷ അവരിൽ നിക്ഷിപ്തമായിട്ട് മറ്റാരിലേക്കും പോകുന്നു. വേറെ ആരിലേക്ക് സാമൂഹ്യ സുരക്ഷ എത്തണമെങ്കിൽ അത് പോലീസുകാരുടെ കർത്തവ്യ നിർവഹണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വരികയുള്ളൂ. ഓരോ നികുതിദായകരെയും ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട പോലീസ് അവരുടെ തോളലും കയ്യും തല്ലി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാഴ്ച നമ്മുടെ കേരളത്തിന് ചേർന്നതല്ല എന്നാണ് അഭിലാഷ് എനിക്ക് പറയാനുള്ളത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നിതിൻ, ഇപ്പോൾ അല്പസമയം മുമ്പ് ഹരിദാസ് സാറ് സൂചിപ്പിച്ചു, അതായത് മുഖ്യമന്ത്രിയുടെ യാത്രക്കിടയിലെ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CPIMന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതേ മുഖ്യമന്ത്രിയെ തന്നെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ പറയുന്നത് പാർട്ടിക്കാർക്ക് പോലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല, ചെന്നാൽ അടി ഉറപ്പാണ് എന്നാണ്. അതെന്തുകൊണ്ടാണ് ശ്രീ നിതിൻ അങ്ങനെ നമ്മുടെ പോലീസ് സേന മാറുന്നത്? ഇത് പാർട്ടിയുടെ സമ്മേളന വേദികളിൽ ഉണ്ടായിട്ടുള്ള വിമർശനമാണ്, ഇടുക്കിയിലും എറണാകുളത്തുമൊക്കെ അടക്കം. ഒരു അറിവ് എന്നതിനപ്പുറത്ത് തിരിച്ചറിവ് എന്നത് പോലീസ് സംവിധാനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അങ്ങനെ ഒരു തിരിച്ചറിവ് നമ്മുടെ പോലീസ് സേനയ്ക്ക് നഷ്ടമാകുന്നുണ്ടോ? അവർക്ക് ഒരു ആത്മവിശ്വാസ കുറവ് ഉണ്ടാകുന്നുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പോലീസുകാർക്കിടയിലെ ആത്മഹത്യ അടക്കം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം നേരിടുന്നതാണോ? എന്താണ് യഥാർത്ഥത്തിൽ ഈ പോലീസുകാർക്ക് സംഭവിക്കുന്നത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? സൈക്കോളജിക്കലി അതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു
മെത്തേഡ് അല്ലെങ്കിൽ ഒരു രീതി അല്ലെങ്കിൽ ഒരു അപ്രോച്ച് അല്ല നമ്മുടെ പോലീസ് സേനയിൽ ഇപ്പോ നടക്കുന്നത്. അവർ ടെക്നോളജിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആകുന്നുണ്ട് എങ്കിലും പല കാര്യങ്ങളും ഓരോ പോലീസ് ഫോഴ്സിലുള്ള ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരവര് അക്കൗണ്ടബിൾ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോ പല വിദേശ രാജ്യങ്ങളിലും നോക്കുകയാണെങ്കിൽ ഓരോ ഫോഴ്സിൽ, പ്രത്യേകിച്ച് പോലീസ് ഫോഴ്സുകളിലൊക്കെ ബോഡി ക്യാം സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവരെന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ എന്തൊക്കെ ആക്ടിവിറ്റികളാണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുകയും അവർ ചെയ്യുന്ന ആക്ഷൻ അക്കൗണ്ടബിൾ ആവുകയും ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അത്തരത്തില് ഒരു മാറ്റം നമ്മുടെ സേനയിൽ അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് ഒരു ഹിൻഡറൻസ് അല്ലെങ്കിൽ ഒരു ഇൻഹിബിഷൻ നമ്മുടെ സേനയ്ക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും ഒരു ഡിസിഷൻ മേക്കിംഗ് ജഡ്ജ്മെന്റൽ എറർ സംഭവിക്കുന്നുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ വർക്ക് പ്രഷർ, ഇപ്പൊ ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു കോൾ വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു കംപ്ലൈന്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അപ്പം അത്രയും ടയേർഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ അവരെടുക്കുന്ന ഡിസിഷൻസ് പ്രോപ്പറായിട്ട് അവരുടെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആവണമെന്നില്ല. അപ്പം അവർ ഇമോഷണലി ചിലപ്പോൾ ആക്ട് ചെയ്തേക്കാം. അപ്പൊ അത് വർക്ക് പ്രഷർ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ മൊത്തത്തിലൊരു സയന്റിഫിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഓരോ കാര്യങ്ങളിലും ഓരോ ഡിസിഷൻ മേക്കിങ്ങിലും ഓരോ ആക്ഷനിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോരുത്തരുടെ തോന്നലുകൾക്കനുസരിച്ച് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് മാറ്റിയിട്ട് കുറെ കൂടെ സയന്റിഫിക്കും സിസ്റ്റമാറ്റിക്കും ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ എല്ലാ പോപ്പുലേഷനിലും, അതിപ്പോ നമ്മുടെ പോലീസ് സേനയാണെങ്കിലും കുറച്ച് ആൾക്കാർ എപ്പോഴും ഈ പർപ്പസ്ഫുള്ളി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈവിൾ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈവിൾ ആക്ട് ചെയ്യാൻ ഇന്റൻഷൻ ഉള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ അവരെ ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഇന്റേണൽ മെക്കാനിസം ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അപ്പൊ അതൊക്കെ കുറെ കൂടെ സ്ട്രിക്റ്റും ആക്റ്റീവും ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോ പലപ്പോഴും ഈ ഡിസിഷൻ മേക്കിങ്ങിലുള്ള എററാണ് പർപ്പസ്ഫുള്ളി അല്ലാത്ത കേസുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇപ്പൊ ഇന്ന് ഉണ്ടായിരിക്കുന്ന ഇൻസിഡന്റ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പർപ്പസ്ഫുള്ളി ചെയ്തതല്ല, പക്ഷെ അവരുടെ ഒരു എറർ ഓഫ് ജഡ്ജ്മെന്റിൽ സംഭവിച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് കൊടുക്കാനോ കഴിയാത്ത കാര്യമാണ് എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ പോലീസ് സേനയില് ഒരു കോൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യേണ്ട മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ കുറെ കൂടെ സയന്റിഫിക്കും സിസ്റ്റമാറ്റിക്കും ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരവർ തന്നെ അക്കൗണ്ടബിൾ ആകേണ്ടുന്ന സാഹചര്യം കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കുറെ കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള, കുറെ കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, കുറെ കൂടെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലോ എൻഫോഴ്സ്മെന്റ് ആയിട്ട് നമ്മുടെ കേരള പോലീസ് മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്. സക്കറിയ ജോർജ് സാർ കൂടി ചേരുന്നുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് എത്താം ചർച്ചയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ സക്കറിയ ജോർജ്, കാലങ്ങളായി നമ്മുടെ പോലീസ് സേനയിൽ ആനുപാതികമായ അംഗബലം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മാത്രവുമല്ല സേനയ്ക്കകത്ത് തന്നെ ചില പുഴുക്കുത്തുകളുണ്ട്. അവിടെയാണ് ഡോക്ടർ ബി ജയരാജ് സൂചിപ്പിച്ചത്. അതായത് മറ്റ് സർക്കാരുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരം പുഴുക്കുത്തുകളെ സേനയിൽ നിന്ന് എടുത്തു മാറ്റാൻ വരെ തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ വളരെ പെട്ടെന്നൊന്നും ചെയ്യാവുന്ന ഒന്നല്ല. സർവീസിൽ കയറിയ ഉദ്യോഗസ്ഥരെയൊക്കെ പിരിച്ചുവിടുമ്പോഴും അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുമ്പോഴും ഒക്കെ ഒട്ടേറെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു ക്ലീനിങ് പ്രോസസ് സേനയിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ. ഇതിനെയെല്ലാം സാമാന്യവൽക്കരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിരീക്ഷണം കൂടി ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. എന്താണ് താങ്കളുടെ നിരീക്ഷണം? നമ്മൾ ഹൈലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഹൈലി സിവിലൈസ്ഡ് സൊസൈറ്റി ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ലിറ്ററേറ്റ് ആണ്, സിവിലൈസ്ഡ് ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ആരെയും ഹാം ചെയ്യത്തില്ല. അപ്പം എഡ്യൂക്കേഷൻ ഉണ്ട്, ഒരു വിദ്യാഭ്യാസ യോഗ്യതയും കാര്യം ഉണ്ടെങ്കിലും ഈ സിവിലൈസേഷൻ എന്ന് പറയുന്നത് സഹജീവികളോടുള്ള റെസ്പെക്റ്റും അവരോടുള്ള കെയറും ഒക്കെയാണ്. ഇത് നമ്മൾ കാണുന്നില്ല. കാരണം സമൂഹത്തിൽ
ഇതൊന്നും ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ലീഡർഷിപ്പ് ശ്രമിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി കാസ്റ്റും റിലീജിയനും എല്ലാം വെച്ച് കളിച്ച് അവർക്ക് അധികാരത്തിൽ വന്നിരിക്കണം എന്നുള്ളതേ ഉള്ളൂ പ്രൈമറി തിങ്. അവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. നമ്മൾ കണ്ടു കലോത്സവത്തിൽ തല്ലുന്നത്, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, മനുഷ്യജീവിയാണ് ഇട്ട് അടിക്കുന്നത്. എനിക്ക് രാഷ്ട്രീയത്തിനായിട്ട് അതിനകത്ത് ഒരു കാര്യം പറയുന്നില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഇവർ ഭാവിയിൽ വരുമ്പോൾ ഇവരെന്താകും? ഒരു നല്ല ശിക്ഷണത്തിൽ വളരുന്ന, നല്ല അധ്യാപകന്റെ ശിക്ഷണത്തിൽ വരുന്ന, മാതാപിതാക്കളുടെ അധ്യാപകന്റെ ശിക്ഷണത്തിൽ വരുന്ന ഒരാളെ നുള്ളി നോക്കുക പോലും ചെയ്യത്തില്ല. കാര്യം ആരെ ഹർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, അവർക്ക് ജീവിക്കണം. അതുപോലെ അവർ ലീവ് ആൻഡ് ലെറ്റ് ലീവും ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനാണോ? ഇവിടെ കുറെ പേര് ജോലി ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി രാഷ്ട്രീയ അഭയം തേടുന്നു. അവിടെ ഒരു ജോലിയും ചെയ്യുന്നില്ല. രാവിലെ എന്ത് ചെയ്യുന്നു? അവർ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞു പോകുന്നു. ഇവരെന്താണ് ഈ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് നേഷൻ ബിൽഡിങ്ങിന്റെ ഭാഗമായി ചെയ്യുന്നത്? അവരിവിടുത്തെ മണൽ മാഫിയ, മണ്ണ് മാഫിയ, പാറമട, ഡിസ്റ്റിലറി, ബ്രൂവറി, ബാറ്, മയക്കുമരുന്ന്, ഇതിനെല്ലാം അവർ പ്രൊമോട്ടീവാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നല്ല പറഞ്ഞ് പൊതുവെ എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യുന്നു. കാരണം പൊളിറ്റിക്സിന്റെ കീഴിൽ വരുമ്പോൾ അധ്വാനിക്കാതെ ജീവിക്കാനുള്ളതാണ് ശ്രമം. ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി പെട്ട ആൾക്കാരെല്ലാം സുഭിക്ഷമായി ജീവിക്കുന്നുണ്ട്. ഇവരെത്ര പേര് ടാക്സ് കൊടുക്കുന്നുണ്ട്? ഇവിടുത്തെ നീതിദായകരായ എത്ര ഉണ്ട്? കാര്യം അൺഅക്കൗണ്ടഡ് മണിയാ, ഇതുവർക്ക് ടാക്സ് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് വെച്ച് നോക്കിക്കേ, അവരെത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ഈ സാലറിയുടെ ക്ലാസ്സിനെക്കാട്ടിലും സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം ജനങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ട്, പഠിക്കുകയൊന്നും വേണ്ട, ജോലിയൊന്നും കിട്ടുമൊന്നും വേണ്ട, ഒരല്പം രാഷ്ട്രീയമൊക്കെ ആയിക്കഴിഞ്ഞാൽ തട്ടിമുട്ടിയൊക്കെ പോകാമെന്ന. പണ്ടൊക്കെ ആണെങ്കിൽ പൊളിറ്റിക്കലായിട്ട് സ്റ്റാൻഡേർഡ് ഉള്ളവരും പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യുന്നവർ ആയിരുന്നു സമൂഹത്തിലെ മേൽക്കോയ്മ. അവരെ എല്ലാവരും ബഹുമാനിക്കും. പണ്ടത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരൊക്കെ നോക്കിക്കേ, ആ പഞ്ചായത്തിലെ, ആ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യൻ. MLA ആരാണ്? ഏറ്റവും നല്ലത്. മന്ത്രി ആരാണ്? അതുപോലെ നല്ലത്. ഒരു മന്ത്രി ഒക്കെ അഴിമതി കാണിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ലായിരുന്നു. ഇപ്പം IAS അഴിമതിയിലാണ്, IPS അഴിമതിയിലാണ്, ട്രഷറിയിലെ കാശ് അടിച്ചുകൊണ്ട് പോകുന്നു. എവിടെയാണ് ഇതില്ലാത്തത്? അപ്പം അഴിമതിയും ഒരു കുത്തഴിഞ്ഞ ഒരു സാംസ്കാരിക രീതികൾ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ക്രൈംസ് കൂടും, സ്വാഭാവികമാണ്. പത്തനംതിട്ടയിലെ കാര്യം ഒരു രീതിയിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്നസെൻസിനെ അടിക്കാൻ പോലീസിന് യാതൊരു അധികാരവുമില്ല. പോലീസിനകത്ത് അവർക്ക് വേണേലൊരു ഫോഴ്സ് ഉപയോഗിക്കാമായിരുന്നു. ഇവരെല്ലാവരും കൂടെ തമ്മിൽ തല്ലുവാണ്. അഫ്രേ, പബ്ലിക് പ്ലേസിൽ, വെൻ 2 or more persons ഫൈറ്റ് ഇൻ എ പബ്ലിക് പ്ലേസ് ഡിസ്റ്റർബിങ് പബ്ലിക് പീസ്, അത് സെറ്റ് ടു കോസ് അഫ്രേ. ആ അഫ്രയിൽ വേണേ അറസ്റ്റ് ചെയ്യാം. ഇതൊന്നുമില്ല. അവിടെ നിരപരാധികളായ മനുഷ്യർ അവിടെ കാത്തിരിക്കുന്നു. കല്യാണത്തിന് പോയിട്ട് വന്നവർ, അവരെയൊക്കെ കയറി എന്തിനാ തല്ലാൻ പോകുന്നത്? മിക്കവാറും ഈ അടിയുണ്ടാക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള ആളുകളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുക. അവരപ്പോഴേ ഓടിക്കളയും. അപ്പം ഈ നിരപരാധികളായ വിചാരിക്കുന്നത് ഞങ്ങളൊരു പ്രശ്നം ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങളെ പോലീസ് വന്നാലും ഞങ്ങളെ എന്ത് ചെയ്യാനാ, ഞങ്ങൾ കുറ്റക്കാരല്ലോ എന്ന് പറയും. അപ്പോൾ ഈ വന്നിറങ്ങുന്ന പോലീസ് ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ, ഇടവും വല്ലതും നോക്കാതെ ആക്ട് ചെയ്യുന്നത് റൂൾ ഓഫ് ലോയ്ക്ക് അഗൻസ്റ്റ് ആണ്. ദാറ്റ് ഈസ് എ ത്രെറ്റ് ടു അവർ സിവിലൈസേഷൻ. ഇവരെ ഇതിപ്പോൾ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ ആദ്യമേ സ്ഥലം മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. അതിനുശേഷം ആണ് പിന്നീട് ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പോലും കൃത്യമായ നടപടി എടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അവിടെ പ്രാദേശികമായ വലിയ വിയോജിപ്പുണ്ടായി, മറ്റു പൊളിറ്റിക്കൽ പാർട്ടികൾ അടക്കം അവിടെ പ്രതിഷേധം നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുള്ളത്. അതായത് SIയും മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കുറ്റം ചെയ്യുന്നവരെ കൃത്യമായി നിയമവിധേയമാക്കുക അല്ലെങ്കിൽ ശിക്ഷകൾക്ക് വിധേയമാക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട് എന്ന് കൂടി താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? പലപ്പോഴും കുറ്റം ചെയ്യുന്ന ആൾക്കാരെ അവരുടെ രാഷ്ട്രീയ ബന്ധം കൊണ്ട് അവർ സെക്രട്ടേറിയറ്റിൽ അവിടെ നോട്ട് എഴുതി, കള്ളത്തരമെല്ലാം എഴുതി അവരെ രക്ഷിക്കും. എവിടെയെങ്കിലും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അവനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തും. ഇത് മാറിയേ പറ്റുള്ളൂ. ഇത് മാറാത്തതിൻ്റെ പ്രധാന കാരണം എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പോലീസിൻ്റെ മേളിൽ
ഒരു രാഷ്ട്രീയ മേൽക്കോയ്മ ഉണ്ടാക്കണമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം താല്പര്യമുണ്ട്. നേരത്തെ പറയുന്നു ബ്രിട്ടീഷുകാരുടെ മർദ്ദനോപകരണമായിരുന്നു പോലീസ് എന്ന്. ഇപ്പോഴെന്താ? ഇപ്പോഴും അതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ പോയി, ബ്രിട്ടീഷ് മൈൻഡ് സെറ്റ് ഉള്ളവര് പിന്നെ ജനത്തിന്റെ മേലിൽ അധികാരം സ്ഥാപിച്ചെടുത്ത് അവർ ഭരിച്ച് അടിച്ചമർത്തി അവർ പോകുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കിഫ്ബിയുടെ ടോള് വരുന്നു, ഇപ്പൊ സ്വാഭാവികമായിട്ട് സമരം വരും. അതിനകത്തെല്ലാം പാവപ്പെട്ട സമരത്തിൽ പങ്കെടുക്കുന്നവരെ അല്ലെങ്കിൽ വഴിയെ പോകുന്നവരെ എല്ലാം അവർ തല്ലും, തലയെല്ലാം തല്ലിപ്പൊട്ടിക്കും. ഇതിപ്പോ മർദ്ദനോപകരണമായിട്ടാണ് പോലീസിനെ നമ്മളെ സിസ്റ്റം ചെയ്യുന്നത്. പോലീസ് സെർവ് ചെയ്യണം, ടു സെർവ് ആൻഡ് പ്രൊട്ടക്റ്റ് ആണ്. ജനങ്ങളോട് വളരെ ഹൃദ്യമായി പെരുമാറിയിട്ട് കേരള പോലീസാണ് കേരളത്തിലെ ഏറ്റവും ഹൃദയമുള്ള മനുഷ്യരെന്ന് തെളിയിക്കാനാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് കൊണ്ടുവന്നത്. എന്തുകൊണ്ടോ ഇവർക്ക് ആർക്കും താല്പര്യമില്ല. കമ്മ്യൂണിറ്റി പോലീസിംഗ് വഴി ഈ ഇവിടുത്തെ ജനതയുമായിട്ട് വളരെ ഹൃദയബന്ധം ഉണ്ടായി. ഇവിടെ ഒരു ഐഡിയൽ സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനുവേണ്ടി കോടികൾ ചെലവാക്കിയത്. ഇതൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന പോലീസ് മേധാവിക്കോ ചീഫ് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കോ ഒന്നുമില്ല. ഈ വക ഇഷ്യൂവിൽ സത്യത്തിൽ പറയേണ്ടത് ഈ പാനലിൽ ഇരുന്ന് സംസാരിക്കാതെ ഈ മുഖ്യമന്ത്രിയെയും സംസ്ഥാന പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും വിളിച്ചിരുത്തണം. അവരോട് ചോദിക്കണം എന്താണ് ഇങ്ങനത്തെ അവസ്ഥ. എല്ലാ ദിവസവും എടുത്താൽ കൊലപാതകം, എല്ലാ ദിവസവും ബലാത്സംഗം കഴിഞ്ഞിട്ട് വെട്ടിമുറുക്കുന്നു. ഇതിനൊക്കെ ഒരു അവസാനം എന്താണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയുക. കാര്യം അവരാണ് ഡിസിഷൻ മേക്കേഴ്സ്. അവർ ഡിസിഷൻ എടുത്ത് ഒരു റാഡിക്കൽ ചേഞ്ച് ഉണ്ടാക്കുന്നില്ലെങ്കിൽ, അല്ലെ ഒരു ഫിനോമിനൽ റിഫോർമേഷൻ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ പോവുള്ളൂ. അവസാനം അനാർക്കി ആയിരിക്കും ഇവിടെ. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ ബി ജയരാജ്, താങ്കളും നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴും ഈ ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമായിട്ട് ഇപ്പോഴും പോലീസിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ പല നേതാക്കളുമൊക്കെ ഇപ്പോഴും പാർട്ടി പ്രസംഗങ്ങളിലൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. കേരളത്തിലെ പോലീസിന്റെ യൂണിഫോം നിക്കർ പോലീസ് മാറി പാൻറ്റാക്കിയതൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിലാണ്, അങ്ങനെ വലിയ മാറ്റങ്ങളൊക്കെ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നൊക്കെ ചിലരെങ്കിലും ഇപ്പോഴും ഒരു അഭിമാനത്തോടെ പ്രസംഗിക്കുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ ഈ മാറ്റം അനിവാര്യമാണെങ്കിൽ ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്, അവിടെ ഭരണകൂടം അനങ്ങുന്നില്ല എങ്കിൽ ഇനിയും ഇത്തരം മർദ്ദനോപാധികളായി തന്നെ പോലീസ് തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംവിധാനവും ഭരണകൂടവും നമുക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണോ ഈ മാറ്റങ്ങൾക്ക് വിധേയരാക്കാതെ മുന്നോട്ട് പോകുന്നത്? ഇവരുടെ കായിക പരിശീലനത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് വരുത്താം. ഇവർക്ക് മാനസികമായ ട്രെയിനിങ്ങുകൾ കൂടുതലായി നൽകണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളിലേക്ക് മാറാം. പക്ഷേ ഇതിനൊന്നും നമ്മുടെ ഭരണകൂടം തയ്യാറാകുന്നില്ല. നമ്മളിപ്പം ലോകത്തുള്ള, നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ, ലോകത്തുള്ള മുഴുവൻ പോലീസ് സേനകളെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് അല്ലെങ്കിൽ ഒരു കേസ്, ഒരു മാൻസ്ലോട്ടർ, ഇതൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് എന്താണ് ചെയ്യുന്നത്? അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് സർവീസസ് മസ്റ്റായിട്ട് അവർ അറ്റൻഡ് ചെയ്തേ പറ്റൂ. അതൊന്നും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. യാതൊരു രീതിയിലുള്ള ലെറ്റിംഗ് ഔട്ട് ഇവർക്കില്ല. ഇവർക്ക് വർക്കിംഗ് ടൈം കൃത്യമായിട്ട് നിജപ്പെടുത്തിയിട്ടില്ല. റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യണം. പിന്നെ മേളിൽ നിന്നുള്ള ചീത്തവിളി, താഴെ നിന്നുള്ള ചീത്തവിളി, നാട്ടുകാരുടെ ചീത്തവിളി, ഇതെല്ലാം ഉണ്ട്. പിന്നെ നേരത്തെ അഭിലാഷ് പറഞ്ഞ കണക്കോലെ ഏതോ ഒരു സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായി, ഞങ്ങൾ പോലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അടി കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ ആരും ഭരിക്കുന്ന പാർട്ടിക്കാരെന്ന് പറഞ്ഞ് പിന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ അധികാരം സ്ഥാപിക്കാൻ ചെല്ലുന്നില്ലെന്നല്ലേ അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയും സെൽഫ് ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയും. അപ്പം ഈ അല്ല, അങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ, അതായത് പാർട്ടിക്കാരെ അടിവാങ്ങിക്കുക എന്ന്. അപ്പോൾ ആരെയും തല്ലുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന് പറയുന്ന അതിന്റെ ഒരു മറുപുറവും വളരെ പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും. കാര്യം നമ്മളിപ്പോൾ കണ്ടത്, ഇപ്പോൾ ഏറ്റവും അടുത്ത് കമ്പയർ ചെയ്യുന്നത് രണ്ടാം പിണറായി സർക്കാരാണിത്. ഒന്നാം പിണറായി സർക്കാരിന് മുമ്പ് ഉമ്മൻചാണ്ടി ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ വിദ്യാർത്ഥി സമരത്തിന് എങ്ങനെയാണ് അടിച്ചമർത്തിയെന്ന് കേരളത്തിലെ എല്ലാ ആളുകളും കണ്ടതാണ്. അവരെ ഇലക്ട്രിക് ബാറ്റാണ് ഉപയോഗിച്ച് അവരുടെ ജനനേന്ദ്രിയത്തിൽ ഷോക്കടിപ്പിച്ചിട്ടാണ് ഇവിടെ സമരങ്ങളെ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചത്. ഭീകരമായ രീതിയിൽ UP ജോസഫ് എന്ന് പറഞ്ഞ നേതാവിനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഇവിടെ ഉണ്ട്. അങ്ങനെ സമരങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കൂത്തുപറമ്പ് വെടിവെപ്പ് നമ്മുടെ മുന്നിലെല്ലാം ഈ പോലീസ് മരണങ്ങൾ തന്നെയുണ്ട്. അങ്ങനെ ഒരുപാട് പോലീസ് അടിയന്തരാവസ്ഥ കാലത്തുള്ള തീർച്ചയായും അങ്ങനെയൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ നിന്ന് മാറേണ്ടതുണ്ടെങ്കിൽ മാറ്റണം എന്നുള്ള താങ്കൾ ഈ സൂചിപ്പിക്കുന്ന എല്ലാം വളരെ മോൺസ്റ്ററസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഒരു സംഘർഷ സാധ്യത അതാണല്ലോ നേരത്തെ സക്രിയ ജോർജ് സൂചിപ്പിച്ചത്. അവർ തമ്മിലടിക്കുകയോ രണ്ടുപേർ തമ്മിലെങ്കിലും ഒരു വഴക്കൊക്കെ ഉണ്ടായാൽ അങ്ങനെ ഇടപെടട്ടെ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഒരു പോലീസ്, ഒരു വിവാഹ സംഘം
അവിടെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു പോകുന്നു. അവരുടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാൾ അവിടെ ഇറങ്ങേണ്ടിയിരുന്നു. ആ ഇറങ്ങേണ്ട സമയത്ത് കുറച്ചധികം ആളുകളൊന്ന് പുറത്തിറങ്ങി അവർ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇതാണല്ലോ സംഭവം. ഇതിനകത്ത് മൂത്രമൊഴിക്കാൻ പോയ ചെറുപ്പക്കാരുടെ വിഷയം മാത്രമല്ല ഇത്. റെസ്റ്റ് ചെയ്യാനൊന്നും ശ്രമിച്ചല്ല, മൂത്രമൊഴിക്കാനായിട്ട് പോയതാണ്. അപ്പോഴാണ് ഈ ലാത്തി ചാർജ് ഉണ്ടായത്. ഇതാണ് അതിന്റെ യഥാർത്ഥ സംഭവം. എന്തായാലും ഇത് നടാടെ നടക്കുന്ന സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പുള്ള സമരങ്ങളിലും പല സർക്കാരുകളുടെ കാലയളവിലും ഇതിനേക്കാളും അതിക്രൂരമായ രീതിയിൽ ഒരു ബന്ദ് പ്രഖ്യാപിച്ചാൽ അന്ന് വൈകുന്നേരം എന്താണ് നടക്കുന്നത്? പോലീസുകാർ വന്ന് ജംഗ്ഷനിൽ നിൽക്കുന്ന എല്ലാ ആളുകളെയും പൊതുജനങ്ങളെ അടക്കം മർദ്ദിക്കുന്ന ഒരു കാലത്ത് ജീവിച്ച ഒരാൾ തന്നെയാണ് ഞാനും. എത്രയോ പ്രാവശ്യം ഒരു പ്രകോപനമില്ലാതെ വെറുതെ ആളുകൾ നിന്നു കഴിഞ്ഞാൽ നാളെ ബന്ധാണെന്നുണ്ടെങ്കിൽ ഇന്ന് ബന്ദ് അനുകൂലികളാണെന്ന് കരുതി മർദ്ദിക്കുന്ന ഒരു കാലത്ത് ജീവിച്ചാണ് എന്റെ വിദ്യാർത്ഥി ജീവിത പ്രസ്ഥാനമൊക്കെ ഞാൻ കൊണ്ടുകിടന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ പോലീസിങ്ങിന്. കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്താണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് നടപ്പിലാക്കിയത്. സ്റ്റുഡന്റ് പോലീസിംഗ് സ്തുത്യർഹമായ രീതിയിലാണ് ഇപ്പോഴെല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു അളവിലും കുറ്റവാളികളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. പലതരത്തിലുള്ള ഡ്രഗ് അബ്യൂസ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെറിഫറലായിട്ടാണെങ്കിലും ആഴത്തിൽ നടന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഉപരിപ്ലവമായിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. സൈബർ പോലീസ് സുബ്ധ്യർഹമായ സേവനം നയിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രൊവൈഡഡ് അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. ഒന്ന്, സൈക്കോളജിക്കൽ അസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അവര് എന്താണ് ഒരു പ്രഷർ കുക്കർ പോലെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് നേരത്തെ നിതിൻ പറഞ്ഞത് പോലെ അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ എറേഴ്സ് ഉണ്ടാവാം. അത് സ്വാഭാവികമാണ്. കാര്യം നമ്മളെ തന്നെ 24 മണിക്കൂർ ഉറങ്ങാൻ വിടാതിരുന്നിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ ക്ലൗഡഡ് ആയിരിക്കും. ക്ലൗഡഡ് കോൺഷ്യസ്നെസ്സിൽ എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത്? ചിലപ്പം പെട്ടെന്ന് തോന്നുന്ന ഒരു തീരുമാനമാവും, അതിനെ മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നെന്നുള്ളതാണ്. അതിനെ അങ്ങനെയാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും വേണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ മർദ്ദിച്ച് അവശരാക്കുകയോ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഈ പറയുന്ന കണക്കോലെ മേളിൽ നിന്നുള്ള തെറിവിളി അത് കൃത്യമായിട്ട് വളരെ മോശപ്പെട്ട ഭാഷയിലാണ്. ഞാൻ പലപ്പോഴും പല പോലീസുകാരെയും വിളിച്ചിട്ട് അവരുടെ പ്രപിതാമഹന്മാരെ വരെ ചീത്ത വിളിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ കോളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതെല്ലാം കേട്ടും സഹിച്ചും ഇവൻ ഇത് എവിടെ പോയി ഇത് അവസാനിപ്പിക്കും? അങ്ങനെയൊക്കെയുള്ള വിഷയം വരുമ്പോഴാണ് അവരുടെ ലെറ്റിംഗ് ഔട്ട്. അതിനെ ഞാൻ നിസ്സാരവൽക്കരിക്കുകയല്ല. അവരുടെ ആ പ്രഷർ വാൽവ് തുറക്കുന്നത് ചില സാഹചര്യങ്ങളിൽ മനുഷ്യനാണ്. ഇവരെല്ലാരും മനുഷ്യരാണ്. അവരുടെയും കല്ലും മണ്ണും സിമെന്റും കൊണ്ടുണ്ടാക്കിയതൊന്നുമല്ല. രക്തവും മജ്ജയും മാംസവും തന്നെയൊക്കെയാണ് ഇവരുടെ ശരീരത്തിലൂടെ ഓടുന്നത്. അവര് തന്നെയാണ് ലൈൻ ഓഫ് കൺട്രോളിൽ ആളുകൾ മരിക്കുന്നത്. ഞാൻ മെനഞ്ഞാന്നത്തെ കാര്യം തീർച്ചയായിട്ടും പറഞ്ഞത് നിയമപാലനത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അത്തരത്തിൽ അനേകായിരങ്ങൾ ഇവിടെ മരിച്ചു വീഴുന്നുണ്ട് പോലീസ് ഫോഴ്സിൽ. ഇവരെയൊന്നും കാണാതെ ഈ സിസ്റ്റം അമ്പാടെ തകരാറിലാണ്. ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. രാഷ്ട്രീയക്കാര് മുതലെടുക്കുകയാണെന്നൊക്കെ പറയുന്നത് അരാഷ്ട്രീയവാദമാണ്. അതിൽ വലിയ അരാജകത്വം വേറെ ഒന്നുമില്ല. രാഷ്ട്രീയവാദവും അരാജകത്വവും അല്ലെങ്കിൽ പൊളിറ്റിക്കലും ആയിട്ടുള്ള അത്തരം വാദഗതികൾ നമുക്ക് ജനങ്ങളെ വേണമെങ്കിൽ സൂചിപ്പിക്കാൻ വേണ്ടി പറയാമെന്നല്ലാതെ അതല്ല വാസ്തവം. അങ്ങനെയല്ല പ്രശ്നങ്ങൾ നോക്കി കാണേണ്ടത്. എന്തായാലും ഞാൻ റിട്ടയർഡ് എസ് പിയോട് പൂർണ്ണമായും വിയോജിക്കുകയാണ്. അതൊരു ശരിയായ വീക്ഷണകോണം അല്ല. പ്രത്യേകിച്ച് പോലീസ് സേനയിൽ ഇരുന്ന ഒരാള് അതിനെ എങ്ങനെ നവീകരിക്കാം, അതിനെ നന്നാക്കാം എന്നൊക്കെ സംസാരിക്കുന്ന ഒരു വേദിയിൽ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനൊക്കെ ഞാൻ എതിരൊന്നുമല്ല. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ശ്രീ സക്കറിയ ജോർജ്, താങ്കൾക്ക് മറുപടി ഉണ്ടോ? എനിക്ക് ഹരിദാസിലേക്ക് കൂടി പോകണം. തീർച്ചയായിട്ടും മറുപടി ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിയാലിറ്റീസ് ആണ്. എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാൻ വിത്തിൻ ദ ഡിപ്പാർട്ട്മെന്റ് കണ്ടാണ്. ഇദ്ദേഹം പുറത്തു നിന്ന് കാണുന്ന വ്യക്തിയാണ്. ഹി ഹാസ് നോട്ട് സ്റ്റെപ്പ് ഇൻ ടു എ പോലീസ് സ്റ്റേഷൻ ആൻഡ് സാറ്റ് ഓൺ ദി ചെയർ ഓഫ് എ റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് പോസ്റ്റ് ആൻഡ് അനലൈസ് തിങ്സ്. അതൊരു വലിയ കാര്യമാണ്. നമ്മൾ പണ്ടല്ലോ ഈ ആനയെ കാണാൻ പോയ ചിലരൊക്കെ പോയി കണ്ടല്ലോ, എന്നിട്ട് അവരതിനെ വിലയിരുത്തി എന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പൊ ഒരു സർവേ നടത്തിയത്, നിങ്ങളിൽ തന്നെ ഒരു സർവേ നടത്തി ഇതിനകത്തെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഓഫീസർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അവരെല്ലാം സൈഡ് ലൈൻ ചെയ്തേക്കും. ഒരു സ്റ്റഡി നടത്ത്, ഒരു ജഡ്ജിനെ കൊണ്ട് ഒരു സ്റ്റഡി നടത്തുക. പോലീസ് ഓഫീസർമാർ ഹോണസ്റ്റ് ആയിട്ടുള്ളവർ എവിടെ ഇരിക്കുന്നത്, ഓരോരുത്തരുടെ പേരിലുണ്ടാകുന്ന പണിഷ്മെന്റ് റോള് അത് എങ്ങനെയാണ് തീർത്തു കൊടുക്കുന്നത്, പാർട്ടിയിൽ നിന്ന് കത്ത് വാങ്ങിച്ചു പോകുന്ന ഇതുണ്ട്. ഞാൻ ഇപ്പോഴും ഇന്നൊരു ഓഫീസറോട് സംസാരിച്ചപ്പം പറഞ്ഞു, ഡീമോറലൈസ്ഡ് ആയി ഫോഴ്സ് എന്ന് പറഞ്ഞു.
അപ്പൊ ഈ പൊളിറ്റിക്കൽ എന്താണ് സഹയാത്രികരും നിരീക്ഷകരും ഒക്കെ വന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഓരോ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് ഇതിനെല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഇതിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യത്തെ പറ്റി ചോദിച്ചു. ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യം, പണ്ട് നായനാർ സാറ് ഇരുന്നപ്പം മുഖ്യമന്ത്രിയോട് സംസാരിക്കാനുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം മുഖ്യമന്ത്രി നടുക്കിരിക്കട്ടെ, ഇടതുവശത്ത് ചീഫ് സെക്രട്ടറിയും വലതുവശത്ത് സ്റ്റേറ്റ് പോലീസ് ചീഫും ഇരുന്നുകൊണ്ട് ജനങ്ങളോട് സംവദിക്കട്ടെ. ജനങ്ങളാണല്ലോ ജനാധിപത്യത്തിലെ മാസ്റ്റേഴ്സ്, അവർക്കാണല്ലോ അവകാശം കൊടുക്കേണ്ടത്. ഇവർ മൂന്നുപേരും കൂടി ഇരുന്നിട്ട് ജനങ്ങളോട് ചോദിക്കട്ടെ. അപ്പൊ അവർക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ എന്താ നടക്കുന്നതെന്ന്. ഈ വിക്ടിംസ് ഓഫ് ക്രൈംസ് ആണ് പറയേണ്ടത്, ഇരകളായവരാണ് പറയേണ്ടത് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന്. അവര് പറയുമ്പോൾ ദാറ്റ് വിൽ ബി എ റിയൽ ആൻഡ് റിയലിസ്റ്റിക് അനാലിസിസ്. അല്ലാതെ ദൂരെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഫ്ലവറി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇതിനകത്തെ യാഥാർത്ഥ്യമാണ്. ഞാൻ പോലീസ് റിസർച്ച് സെന്ററിന്റെ നോഡൽ ഓഫീസറുമായിരുന്നു, സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ SP ആയിരുന്നു. ക്രൈംസിന്റെ ഇതിലോട്ടെല്ലാം എനിക്ക് ആക്സസ് ഉണ്ടായിരുന്നു. ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്നു. ശ്രീ ഹരിദാസ്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ ആ പ്രഷറിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന തരത്തിൽ ശ്രീ ജയരാജ് സാർ ഇവിടെ സൂചിപ്പിച്ചു. പക്ഷേ ആ പ്രഷറിന് നമ്മൾ പാത്രമാകുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ നിരപരാധികൾ പാത്രമാകുന്നു എന്നുള്ളതാണ് പ്രധാനം. പോലീസ് സേനയെ ഇപ്പോഴും പറയുന്നു ഇത് സാമാന്യവൽക്കരിച്ചുകൊണ്ടല്ല നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത്തരത്തിൽ നിരപരാധികളായ ആളുകൾ ഈ നിലയിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അടിവാങ്ങി ചികിത്സയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എന്നത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അതിന് ഈ സേനയുടെ പ്രഷറാണ് അതിൻ്റെ ഒരു പരിധിവരെ കാര്യമെന്നൊക്കെ പറഞ്ഞാൽ അത് ആത്യന്തികമായി അതെത്തുന്നത് തീർച്ചയായും ഭരണകൂടത്തിലേക്ക് തന്നെയാണ്. അവരാണല്ലോ ഈ സേനയെ നയിക്കുന്നത്. അതിനു മുമ്പ് ശ്രീ ജയരാജ് പറഞ്ഞതിൽ ഒരു ചെറിയ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു തിരുത്ത് വേണം. CPM-കാർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷൻ PPM-കാരാണ് ഭരിക്കപ്പെടുന്നതെന്ന് പറയാതിരിക്കാൻ നല്ല കാര്യമല്ലേ? CPM-കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പരിഗണന ലഭിക്കാത്തത് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് എല്ലാ പോലീസ് സ്റ്റേഷനും ഭരിക്കുന്നത് BJP ആണ് എന്നതാണ് അവരുടെ പരാതി എന്നുള്ളത് കൂടി അങ്ങ് മനസ്സിലാക്കുക. ആദ്യത്തെ റൗണ്ടിൽ അദ്ദേഹം അങ്ങ് പറഞ്ഞു കാലഹരണപ്പെട്ട പോലീസ് സേനയുടെ ഈ ട്രെയിനിങ് സിസ്റ്റത്തെ മാറ്റണം എന്നുള്ളത്. ആ ട്രെയിനിങ് സിസ്റ്റം 100 മാസം ഭരിച്ചിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് മാറ്റാൻ പറ്റുന്നെങ്കിൽ പിന്നെ ആർക്കാണ് സാർ അത് മാറ്റാൻ പറ്റുക? ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഭാഗത്ത് ഒട്ടി നിൽക്കുന്ന സർക്കാരാണെന്നല്ലേ വെപ്പ്. ആ സർക്കാരിന് മാറ്റാൻ പറ്റാതെ ആ സർക്കാരിൽ ഇരുന്നു കൊണ്ട് പോലീസ് സേനയിലുള്ള മേലുദ്യോഗസ്ഥന്മാർ പോലീസുകാരെ അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും പിതൃമഹാമാർക്കും ഒക്കെ വിളിക്കുന്നു എന്നുള്ളതിന്റെ പരാതി ഉണ്ടെങ്കിൽ ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ നികുതിദായകരുടെ നെഞ്ചത്ത് കയറുന്ന പോലീസ് സേന ഉണ്ടെങ്കിൽ ആ പോലീസ് സേനയ്ക്ക് തക്കതായ താക്കീത് കൊടുക്കണം. ആ പോലീസ് സേനയെ നവീകരിക്കാൻ സർക്കാർ ശ്രമിക്കണം സാർ. അതിനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന നികുതിയൊക്കെ കൊടുക്കുന്നത്. താങ്കൾ കൂത്തുപറമ്പ് വെടിവെപ്പിരിക്കൊന്നും കടക്കല്ലേ. അതിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒന്നാമത് സമയം കിട്ടില്ല, നമ്മൾ തമ്മിൽ ഉടക്കേണ്ടി വരും സാർ. ഇവിടുത്തെ പ്രധാന പ്രശ്നം പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രിമിനലുകളും പോലീസുകാരും തമ്മിൽ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പൊ പേരൂർക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ ഗുണ്ടാ നേതാവിന്റെ പാർട്ടിക്ക് ഗുണ്ടാ നേതാവിനോടൊപ്പം ഇരുന്നിട്ട് മദ്യം കഴിച്ചതിനെ അവിടെ വെച്ചിട്ട് 2 പോലീസുകാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ തല്ലിയ സംഭവം ഉണ്ടായത് കഴിഞ്ഞ മാസമാണ് പേരൂർക്കടയിൽ ഉണ്ടായത്. ന്യൂസ് 18 തൃശ്ശൂരിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഗുണ്ടയെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. മറ്റേ മഞ്ജുഷാണ് ചർച്ച നയിക്കുന്നത്. ആ ഗുണ്ട 3 പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി പോലെ ഇന്ന പോലീസുകാരന് ISO 9000 ഉള്ള പോലീസുകാരന് സർക്കിൾ ഇൻസ്പെക്ടറാണ്, ഇന്ന DYSP നല്ലതാണ്. എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഗുണ്ടകളാണോ പോലീസുകാര് എത്രത്തോളം നല്ലവരാണ് അല്ലെങ്കിൽ അവർക്ക് ISO 9002 സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്വഭാവമുള്ളവരാണെന്നൊക്കെ പറയേണ്ടത്? അപ്പൊ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടുത്തെ പോലീസ് ട്രെയിനിങ്ങിന്റെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ശൈലി മാറ്റാത്തതൊന്നും ഒന്നുമല്ല. പോലീസിനെ നിയന്ത്രിക്കുന്ന സംവിധാനം ശക്തിയുക്തം ഉണർന്ന് പ്രവർത്തിക്കണം. അതിന് ഒരു നിയന്ത്രണം വേണം. പോലീസിനെ തങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കുന്ന അവസ്ഥ മാറണം. എന്തുകൊണ്ട് PV അൻവർ പൊട്ടിത്തെറിച്ചു? PV അൻവർ പറയുന്നതിൽ ഒന്നും സത്യമുണ്ടായിരിക്കില്ല. പക്ഷെ PV അൻവർ പോലീസ് സേനയ്ക്ക് നേരെ ഉയർത്തിയ ആരോപണങ്ങൾ ഇന്നും സാധാരണക്കാരന്റെ നെഞ്ചിൽ കിടക്കുന്നത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ പോലീസിൽ നിന്നും അടിക്കടി ഉണ്ടാകുന്നത് കൊണ്ടല്ലേ എന്ന് ഭരണകർത്താക്കൾ ചിന്തിക്കേണ്ട സാഹചര്യമാണ് മുക്കത്തെ പെൺകുട്ടിക്കുണ്ടായതും ഇവിടെ 5 കൊലപാതകങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ നടക്കാനിടയായതും
സാധാരണക്കാരെ തിരിച്ചറിയാതെ ഒരു വിശ്രമിക്കുന്ന, അതായത് കല്യാണ പാർട്ടി കഴിഞ്ഞിട്ട് വരുന്ന ഒരു സാധാരണക്കാരെ തിരിച്ചറിയാൻ കഴിയാതെ അവരുടെ കയ്യും കാലും തല്ലി ഓടിക്കേണ്ട അവസ്ഥയിലേക്കും പോലീസ് എത്തിയെങ്കിൽ ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിട, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും അതിന് പരിഹാരം കാണേണ്ടത് സർക്കാരാണ്, ആഭ്യന്തര വകുപ്പാണ്. ആ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയുടെ എണ്ണി പറയാനുള്ള കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ടെങ്കിലും സമയം പരിമിതി മൂലം ഞാനത് പറയുന്നില്ല. ഇവിടെ പോലീസിന് വീഴ്ച പറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ചാലക്കുടി ടൗണിൽ നിന്നുകൊണ്ട് ഒരു SFI നേതാവിന്റെ പ്രസംഗം ശ്രീ ജയരാജിന് ഓർമ്മയുണ്ടോ? ഒറ്റപ്പെട്ട സംഭവമായിട്ടായിരിക്കും താങ്കൾക്ക് അവസരം തന്ന താങ്കൾ പറയുന്നത്. എന്താണ് പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന വിധത്തില് എന്താണ് ആ സബ് ഇൻസ്പെക്ടറെ കുറിച്ച് പറഞ്ഞത്? ഒരു കൊടി മാറ്റി, ഒരു ബാനർ മാറ്റി, അതിന് ഇത്തരത്തിലാണ് പ്രസംഗിക്കുക. എന്നിട്ട് എന്താണ് ആ വിദ്യാർത്ഥി നേതാവിനെതിരെ എടുത്ത നടപടി? ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ പോലീസിന്റെ ആത്മവീര്യം കെടുത്തുകയും അവർക്ക് തെറിവിളി കേട്ടാൽ നേരെ അത് പബ്ലിക്കിന്റെ നേരെ പ്രയോഗിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തടയിടേണ്ട സമയം അതിക്രമിച്ചു. അടിമുടി നമ്മുടെ പോലീസ് സേനയെ പരിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് ഓരോ പ്രഭാതങ്ങളും നമ്മളോട് പറയുമ്പോൾ അതിനെതിരെ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്ന സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെ അഭിലാഷവും മഞ്ജുഷവും നടത്തുന്ന ഇത്തരം ചർച്ചകളിൽ നമുക്കൊക്കെ വീണ്ടും ഇരിക്കേണ്ടി വരുമെന്നാണ് അഭിലാഷ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുക്കാൻ ഞങ്ങളുടെ എഡിറ്റോറിയലും തീരുമാനിച്ചത്. വളരെ പെട്ടെന്ന് തിരികെ എത്താം, ഒരു ഇടവേള കൂടി. നിതിൻ, നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഇത് പോലീസിന്റെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാനല്ല. ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ ചെന്താമരയുടെ വിഷയത്തിൽ ഹരിദാസ് സാറ് തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെ പരാതി ലഭിച്ചിട്ട് നടപടി ഉണ്ടാകാതെ പോയി എന്നുള്ളത്. PV അൻവറിനെ പോലെയുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങൾ, CI സുനിൽദാസിൻ്റേത്, ബിന്ദുലാലിൻ്റേത്, തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവ് നടത്തിയ പാർട്ടിയിൽ പങ്കെടുത്തത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഉള്ളവരാണ്. പോലീസുകാർ തന്നെ മദ്യപിച്ച് തമ്മിലടിക്കുന്ന സംഭവം, ഇതൊക്കെ ഉദാഹരണങ്ങളായി വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഞാൻ ആവർത്തിച്ച് പറയുന്നു, പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്വഭാവത്തിൽ അവരുടെ രീതികളിൽ മാറ്റമുണ്ടായാൽ അത് ഡയറക്റ്റായി പബ്ലിക്കിനെയാണ് ബാധിക്കുന്നത്. അതും മാറണം എന്ന താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതിന് പ്രാപ്തമായ തരത്തിൽ ഇവരെ മാറ്റിയെടുക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല. അത്തരം മാറ്റങ്ങൾ അത് ട്രെയിനിങ്ങിൽ ആകട്ടെ, അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന വ്യക്തിപരമായിട്ടുള്ള കൗൺസിലിംഗ് പോലെയുള്ള സംവിധാനങ്ങളാകട്ടെ, പിഴവുകൾ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ തിരുത്തിക്കാനൊക്കെ സാധിക്കില്ലേ? അത് അത്രമേൽ വലിയൊരു ഹിമാലയൻ ടാസ്ക് ആണോ? അല്ല, തീർച്ചയായിട്ടും അത് ഇംപ്ലിമെന്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് പോളിസി ലെവലിൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഒരു പോലീസ് സേനയുടെ സാർ മ്യൂട്ടായി പറയൂ. പോലീസ് സേനയുടെ കേരളത്തിൽ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ നോക്കിയാൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ധാരാളം ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ള വാസ്തവമാണ്. നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുന്നതിനാണെങ്കിലും അപ്രോച്ച് ചെയ്യുന്നതിനാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ജനകീയമായിട്ടുള്ള അപ്രോച്ച് വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത അവിടെ നിൽക്കെ തന്നെ പോലീസുകാരുടെ പ്രഷർ കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം പല പോലീസ് ഓഫീസേഴ്സും അല്ലെങ്കിൽ പോലീസ് ഫോഴ്സിലുള്ള ആൾക്കാരൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നത് അണ്ടർ പ്രഷറിലും അണ്ടർ സ്ട്രെസ്സിലുമാണ്. അത് മാറ്റിയിട്ട് കമ്മിറ്റ്മെന്റ് ഓൺ ഡ്യൂട്ടി എന്നുള്ള നിലയിൽ ഉള്ള ഒരു മോട്ടിവേഷനിലേക്ക് വരണം. അത് വരണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൗൺസിലിംഗ്, അത് ഇൻഡിവിജ്വൽ ആയിട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടും ഉള്ള കൗൺസിലിംഗ് സെഷൻസും ഗ്രൂപ്പ് തെറാപ്പികളൊക്കെ ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇവരെ തിരിച്ച് വർക്ക് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അവർക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ കൗൺസിലിങ്ങും അതുപോലെ തന്നെ ട്രെയിനിങ്ങും പ്രോസസ്സുകളൊക്കെ നടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് സിസ്റ്റത്തിലും കൂടെ ഉണ്ടായാൽ മാത്രമേ അതിനനുസരിച്ചുള്ള ഒരു ചേഞ്ച് നമ്മുടെ സേനയ്ക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ട്രെയിനിങ്ങും അതുപോലെ തന്നെ പ്രോട്ടോകോളും നിലവിലെ ആക്ടിവിറ്റി മെത്തേഡുകളും ഓർഡറുകളും എല്ലാം തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നാൽ മാത്രമേ കുറെ കൂടെ കാര്യക്ഷമമായി ഉള്ള ഒരു ഇംപ്രൂവ്മെന്റ് നമ്മുടെ സേനയിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് വളരെ വളരെ ഇമ്പോർട്ടന്റും വളരെ ക്രൂഷ്യലുമാണ്, പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ഒരു പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് വളരെ ഫ്രീ ആയിട്ടും റിലാക്സ്ഡ് ആയിട്ടും എടുക്കാൻ കഴിയുമ്പോഴാണ് വളരെ മാക്സിമം ജെന്യൂൻ ആയിട്ടും വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടും റിയലിസ്റ്റിക് ആയിട്ടും ഗ്രൗണ്ടഡ് ആയിട്ടും ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ
പലപ്പോഴും എറർ സംഭവിക്കാനും ഇതുപോലുള്ള കാര്യങ്ങൾ റിക്കർ ചെയ്ത് വരാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള ട്രെയിനിങ്ങും പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകളും അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ് നമ്മുടെ പോലീസ് സേനയ്ക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ആലത്തൂരിലെ സ്റ്റേഷനിലെ അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ കോടതി പറഞ്ഞത് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ഭീകരസ്ഥലം അല്ല എന്നുള്ളതാണ്. നമ്മുടെ പോലീസുകാർ ഭീകരരല്ല എന്ന് സാധാരണ ജനങ്ങൾക്ക് കൂടി തോന്നണമെങ്കിൽ മറ്റു തൊഴിൽ ഇടങ്ങളിലേതുപോലെ ഉള്ള നവീകരണ പ്രവൃത്തികൾ നമ്മുടെ സേനയിലും നടക്കണം. അങ്ങനെ നടക്കണം എന്ന ആഗ്രഹത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.